അഭിമാന പദ്ധതിയായി വിഴിഞ്ഞത്തെ വാഴ്ത്തിയിട്ടും സർക്കാർ വിഹിതം വൈകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന്റെ വേഗതയെ ബാധിക്കുമെന്ന ആശങ്ക. സംസ്ഥാന സർക്കാർ നൽകേണ്ട വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകുന്നതിലും അനിശ്ചിതത്വമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ബാധിക്കുന്നത്. നിലവിൽ സഹകരണ കൺസോർഷ്യം രൂപീകരിക്കാനുള്ള നടപടികളിലാണ് വകുപ്പ്. ഈ വർഷം മെയ് മാസം നിർമ്മാണം പൂർത്തിയാക്കി ഡിസംബറിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുമെന്നാണ് സർക്കാർ വാദം. തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിനായി 2454 കോടി രൂപയാണ് അദാനി പോർട്സ് വഹിക്കേണ്ടത്. 1635 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി സംസ്ഥാന സർക്കാർ നൽകണം. പുലിമുട്ട് നിർമ്മാണത്തിനും മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണത്തിനുമായി സംസ്ഥാനം പിന്നെയും 1754 കോടി അനുവദിക്കണം. എന്നാൽ സംസ്ഥാന സർക്കാർ നൽകേണ്ട വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകിയിട്ടില്ല. നിർമ്മാണ ആവശ്യത്തിനായി ഇതുവരെ 707 കോടി രൂപ മാത്രമാണ് സംസ്ഥാനം കൈമാറിയത്. അദാനി പോർട്സ് 4000 കോടി രൂപയിലധികം തുറമുഖത്തിനായി വിനിയോഗിക്കുകയും ചെയ്തു. കിട്ടേണ്ട തുക ഉടനെ അനുവദിക്കണമെന്ന ആവശ്യവുമായി സർക്കാരിനെ നിരന്തരം സമീപിക്കുകയാണ് നിർമ്മാണ കമ്പനി. VGF തുക ലഭ്യമാക്കി കൊടുക്കാനും സംസ്ഥാനമാണ് മുന്നിട്ടിറങ്ങേണ്ടത്. ഇതിനായി ത്രികക്ഷി കരാറുണ്ടാക്കണം. അതും മന്ദഗതിയിലാണ്. അടിയന്തരമായി വേണ്ട 100 കോടി രൂപ അദാനി പോർട്സിന് അനുവദിക്കാൻ ധനവകുപ്പുമായി ധാരണയായെന്നാണ് വകുപ്പ് മന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ വിഴിഞ്ഞം പദ്ധതിയെ വാനോളം ഉയർത്തുകയല്ലാതെ വയബിലിറ്റി ഗ്യാപ് ഉൾപ്പെടെയുള്ള തുക അനുവദിക്കുന്നതിനുള്ള കൺസോർഷ്യം രൂപീകരിക്കുന്നതിനായി പദ്ധതി വിഹിതം വകയിരുത്തിയില്ല എന്നതാണ് സത്യം. ജനം, തിരുവനന്തപുരം.